മിക്ക ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ? മാർക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. കാരണം മാർക്കറ്റ് ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ചൊരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ് കാണിക്കുന്നത്. കാരണം എല്ലാവരും ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഗൾഫിൽ ഒരു അശാന്തി ഉണ്ടായ പ്രതീതി ഉളവായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ ട്രംപിൻ്റെ വായിൽ നിന്ന് വന്നൊരു കമൻറ്റ്, അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കാജനകമായ ഒരു സംഭവം. മാർക്കറ്റ് എന്തായാലും എല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 327 പോയിൻറ്റോളം നിലവിൽ ഇന്നലത്തെ ക്ലോസിങ്ങിന് ശേഷം ഏകദേശം 327 പോയിൻറ്റോളം ഡൗൺ സൈഡാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു 300-350 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് മാർക്കറ്റ് കാണിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 23,500 വരെ പോയി. എനിവേ, അപ്പം മാർക്കറ്റ് നിലവിൽ വീണ്ടും മാർക്കറ്റിന് ഒരു അൺസർട്ടനാണ്. ഇപ്പോൾ ഞാനിന്ന് തമ്പനയിൽ കൊടുത്തേക്കുന്ന പോലെ ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റ് വലിയ വലിയ ബിഗുകളുടെ ഒരു കറവപ്പശുവായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള തമ്പനയിലൊന്നും ആരും ഇടാറില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള തമ്പനയിൽ ഇടുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്കകത്ത് ഇതിൻ്റെ ആ ഒരു വൈഡ് റേഞ്ച് മാർക്കറ്റിൻ്റെ ഭയങ്കര മഴയാണ്. വെളിയിൽ ഭയങ്കര മഴയും ഭയങ്കര ഇടിയും കൊല്ലിയാനുമാണ്. ഭയങ്കര മഴയാണ്. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഭയങ്കര മഴയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പം ഇപ്പം വലിയൊരു ആശങ്കയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ കറവ പശുവിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ തമ്പനയിലിടുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിലവിലുള്ള മാർക്കറ്റിൻ്റെ ആശയം അല്ലെങ്കിൽ നിലവിലുള്ള മാർക്കറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്കതൊരു ഫുൾ പിക്ചറിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷൻ ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി, എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ക്രമാതീതമായിട്ട് താഴോട്ടും മുകളോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? താഴോട്ടും മേലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ഏകദേശം ഒരു കുറേ നാളുകളായിട്ട് കുറേ മുകളിലോട്ട് പോകുന്നു, കുറേ താഴോട്ട് വരുന്നു, വീണ്ടും താഴോട്ട് വരുന്നു, വീണ്ടും മേലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ ടീംസും വലിയ പൊസിഷൻസ് എടുക്കുന്നു. അവർക്ക് ലാഭം കിട്ടുമ്പം അവർ വീണ്ടും വിടുന്നു, വീണ്ടും പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൈഡ് ഷോർട്ട് സെല് ചെയ്യുന്നു, ഒരു സൈഡ് PE സെല് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിനെ ശരിക്കും ഒരു മാനിപ്പുലേറ്റഡ് മാർക്കറ്റാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ പെട്ടുപോകാതെ, ഇവിടെയൊക്കെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. ഇവിടെയൊക്കെ പെട്ടുപോയത് മാന്യമായ പ്രോഫിറ്റ് കിട്ടിയാൽ ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതല്ലാതെ രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വലിയ മൾട്ടി ബാഗർ പരിപാടികളൊന്നും ഇനി നടക്കത്തില്ല. മിനിമം 10, 15, 20% കിട്ടിയാൽ അതുകൊണ്ട് ഓടുക, പിന്നെ വീണ്ടും അവസരം കിട്ടുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളൊരു ഒറ്റ പോളിസി മാത്രമേ സ്റ്റോക്സിലായാലും അല്ല ഓപ്ഷൻസിലായാലും നമുക്കൊരു എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതി അനുവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിന്ന് പഴിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു ഡയലോഗാണ്. ട്രംപിൻ്റെ വായിൽ നിന്ന് എന്താണ് വന്നത്? ട്രംപ് പറഞ്ഞത്, ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറായിട്ടാണ് പറഞ്ഞത്, ഒരു ടെമ്പററി ഡീലിന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുമെന്നാണ് ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചത്. അതായത് ഇറാനും ഒമാനും കൂടെ ചേർന്ന് ഹോർമൂസ് നിയന്ത്രിക്കത്തക്ക രീതിയിൽ ഒരു ടെമ്പററി സെറ്റപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രംപ് അത് അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ തീർത്തങ്ങ് പറഞ്ഞത്. അങ്ങനെങ്ങാണ് ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇറാനെ തീർത്ത് കളയും എന്ന രീതിയിലൊരു ഡയലോഗ് ട്രംപിൻ്റെ ഭാഗത്ത് വന്നത്. അത് ഭയങ്കരമായിട്ട് ഞെട്ടലോടുകൂടെയാണ്, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ വളരെ ഞെട്ടലോടുകൂടെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹം കേട്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് തന്നെ ഇന്ന് കുവൈറ്റിൽ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വീണ്ടും ഒരശാന്തിയുടെ ലക്ഷണമാണ് വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ മിക്കവാറും ഈ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. എങ്ങനെയായാലും നമുക്ക് ആദ്യം നമ്മളുടെ മന്ത്ലി ചാർട്ടിലോട്ടൊന്ന് വരാം. മന്ത്ലി ചാർട്ട് നമ്മളെപ്പോഴും നോക്കാറുണ്ട്.
അതിൽ മന്ത്ലി ചാർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. മന്ത്ലി ചാർട്ടിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഏകദേശം ഒരു ഡോജി മോഡലിലാണ് മന്ത്ലി ക്യാൻഡിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു. ഡേ ക്യാൻഡിൽ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് വേണം. ഈ പറയുന്ന 24,000 മുകളിൽ ഡേ ക്യാൻഡിൽ നല്ല രീതിയിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് പ്രതീക്ഷ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ചെറിയൊരു ക്ലോസിങ് കിട്ടി. പക്ഷെ ഞാനന്ന് പറഞ്ഞിരുന്നു, ഈ ക്ലോസിങ് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇതൊരു സ്ട്രെങ്തി മൂവ്മെൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം മാർക്കറ്റ് വീണു, അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും വീണു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റിന് താഴെയാണ് ഗ്യാപ് ഡൗൺ നമ്മൾ അടുത്ത ദിവസം പ്രതീക്ഷ നാളെ ഉണ്ടാകുന്നതെങ്കിൽ മാർക്കറ്റ് 23,800 താഴെ പോകും. 23,800 താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 23,500 എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഇത് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം 23,800 താഴെ മാർക്കറ്റ് പോകും. ആ 23,800 താഴെ സസ്റ്റെയിൻ ചെയ്യുകയും ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും എന്താണ് മാർക്കറ്റിലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ദിവസം മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് 23,643. അപ്പോൾ 23,600 റേഞ്ചിൽ തന്നെ വേണം മാർക്കറ്റ് നാളെ ഓപ്പൺ ആകാൻ. അങ്ങനെ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഈ ഏരിയയിലായിരിക്കും ഓപ്പൺ ആകാൻ പോകുന്നത്. ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, റെഡ് ഡോട്ടഡ് ലൈൻ, ഈ ഏരിയയിലായിരിക്കും 646 റേഞ്ച്, അല്ലെങ്കിൽ ഈ 2 ഡോട്ടഡ് ലൈൻ്റെ ഇടയ്ക്കായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 23,689 23,582 ഇതിൻ്റെ ഇടയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നാളെ രാവിലെ ഞാൻ ഒന്നുകൂടെ ഒരു വോയിസ് രാവിലെ ഇടാം. കാരണം ഇന്ന് രാത്രി ഇപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുത്തെ ഗതികൾ അറിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഒന്നുകിൽ ഞാൻ US മാർക്കറ്റിന് ശേഷം രാത്രിയിലോ അല്ലെങ്കിൽ നാളെ ഏർലി മോർണിംഗിലോ ഞാൻ ഒരു വോയിസും കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് വരും. അപ്പോൾ എന്തായാലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് 23,582 689 ഇടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അത് ഏത് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത. കട്ട സപ്പോർട്ടായിട്ട് 23,500 നമ്മുടെ മുകളിലുണ്ട്. മുകളിലാണെങ്കിൽ 23,800. ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് 23,800, കട്ട സപ്പോർട്ട് 23,500. ഇതായിരിക്കും നിലവിലെ മാർക്കറ്റിലെ അവസ്ഥ. എന്തായാലും US മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴേ നമുക്കൊരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് ശേഷമേ ബാക്കി എന്തെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇവിടോട്ട് തിരിച്ച് വരും. 53,589 റേഞ്ചിലോട്ട് ബാങ്ക് നിഫ്റ്റി തിരിച്ചിറങ്ങി വരും. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, ഞാൻ പറഞ്ഞു മിഡ് ക്യാപ്പിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം മിഡ് ക്യാപ്പിനെ മുകളിലോട്ട് കൊണ്ടുപോയത് BSE ആണ്. BSE ഇന്നലെ മുതൽ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ നാളെ കൂടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിഡ് ക്യാപ്പിലും ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഭയങ്കര മഴ തകർത്ത് പെയ്യാണ് വെളിയിൽ. എന്തായാലും രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ഒരു അപ്ഡേറ്റ് എന്തായാലും ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലോ ഞാനൊരു അപ്ഡേറ്റ് എന്തായാലും തരാം. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.